ലെറ്റ്സ് പ്ലേയുടെ പാർട്ട് 11 വീഡിയോ മാത്രമാണ് ഞാൻ തന്നിരിക്കുന്നത്. 11 ആർക്കറിയാം? 11. പിന്നെ ഞാൻ ഇന്നാൾ ചെയ്ത വില്ലേജറുകളുടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ പിന്നെ കുറേ പണിത് ഏകദേശം ഒരു PC പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ട്രാപ്പ് ഡോർ വെക്കാൻ മറന്നുപോയി. അത് കാരണം ഈ മോബ്സിന്റെ കണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാണുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ടെങ്കിൽ അവരതൊരു ഫുൾ ബ്ലോക്ക് ആയിട്ടാണ് കാണുക. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, നൈറ്റായിട്ട് കുട്ടി വില്ലേജേഴ്സ് അത് പിന്നെ ബെഡൊക്കെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി അവർ ബെഡിൻ്റെ അടുത്തേക്ക് ഓടും. അന്നേരം അതിൻ്റെ ആ കുഴിക്കുള്ളിലേക്ക് വീഴും. പിന്നെ നാളുണ്ടാക്കി 20 ബെഡില്ലേ, അതെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. സ്ഥലം കുറയ്ക്കാൻ വേണ്ടി അടിക്കുക വെച്ചത്. ഇനി നമുക്ക് വില്ലേജേഴ്സ് കുറെ വീണെന്ന് തോന്നുന്നു. ആഹാ, കുറെ എണ്ണം ഉണ്ടല്ലോ. ആ ബസ്തി ഞാൻ ഇങ്ങോട്ട് കയറിപ്പോവും. പിന്നെ ഞാനിവിടെ കുറച്ച് ബട്ടൺ വെച്ചിട്ടുണ്ട്. ഇവർക്ക് വെള്ളം കാരണം നിൽക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട്. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഇട്ട് കളിച്ചിട്ടൊരു അത് പിടി കിട്ടണില്ല. സാധാരണ ഞാൻ പോക്കറ്റിലിട്ടല്ലേ കളിക്കുന്നത്. ഇത് ഞാൻ ക്ലാസിക്കലിട്ട് പിന്നെ കുറെ സ്പ്ലിറ്റ് കൺട്രോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ശരിയാക്കി തരണം. ഇപ്പൊ വെള്ളം വരും. ചോറി ചേട്ടാ, എനിക്ക് ഇങ്ങനെ കളിക്കുന്നതാണോ ഇഷ്ടം, അതോ പോക്കറ്റിലിട്ട് തന്നെ കളിക്കുന്നതാണോ എന്ന് കമന്റ് ചെയ്യേ. എന്റെ വീഡിയോക്ക് മാത്രം ആരും കമന്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല. ഞാൻ കഴിയും കിടന്നു. പിന്നെ ഞാനൊരു കാര്യം ചെയ്തായിരുന്നു. അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു. ആ കേവിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കോപ്പൊക്കെ ചെയ്ത് ഒരു റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അത് വില്ലേജേഴ്സിന്റെ മേത്തടിച്ച് വില്ലേജേഴ്സ് വിറ്റായിരുന്നു. ഭയങ്കര കഷ്ടപ്പാട്. നമ്മുടെ ഇൻവെർട്ടറൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. സീനായി ഇപ്പൊ ജാവയിലെ പോലെയാ നമ്മുടെ ഇൻവെർട്ടറൊക്കെ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് ഇന്നാളെ വീട്ടിൽ 7 ഡയമണ്ട് ഇല്ലേ, അതുകൊണ്ട് നമ്മൾ ഒരു ആക്സ്, ഒരു പിക്കാസ് അപ്പോഴും ഉണ്ടാക്കിയായിരുന്നു. ഒരു ഷവലും ഒരു സ്വാഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി 1 ഡയമണ്ട് ഉണ്ടായിരുന്നു. അതായിരിക്കുന്നു 1 ഡയമണ്ട്. ബാക്കി 1 ഡയമണ്ട് ഉണ്ട്. നമുക്ക് ഇന്ന് വീട് പണി സ്റ്റാർട്ട് ചെയ്യാം. കുറെ നാളായില്ലേ, ഇന്ന് തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം, നാളെ തുടങ്ങാന്നൊക്കെ പറയുന്നത് ഞാൻ ഇരിക്കുന്നു. എൻ്റെ കാര്യം ഇതുകൊണ്ട് നമ്മൾ എന്തോ തീർത്തുന്ന പോലെ ഞാൻ മറന്നു. ഇത് മണ്ടയിലൊക്കെ റൂഫിട്ട് ഇതിന്റെ മണ്ടയിലൊക്കെ ഏൽപ്പിച്ച് തരണം. മഴ കുഴപ്പമില്ല. ഞാൻ എപ്പോൾ വീട് പണീൻ്റെ പണി സ്റ്റാർട്ട് ചെയ്താലും അപ്പം മഴ പെയ്യും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചത്തു ഇല്ല. ചെറിയ ലാഗ് ഉണ്ടല്ലോ. കിടന്നു കുറഞ്ഞ് മഴയും പോയി. മഴ പോയില്ല. മൈൻക്രാഫ്റ്റിന്റെ ഒരു മനോഹരമായ സൺസെറ്റ് ഇതാണ്ടേ. നമ്മളങ്ങ് സൺസെറ്റ് കണ്ടുകൊണ്ടിരുന്ന വീടിന്റെ പണി ഇപ്പോഴൊന്നും കഴിയത്തില്ല. 15 വീട് പണി ഇറങ്ങാം.
ഉം. നമുക്ക് ഇനി ഇവിടെ അയ്യോ ഇങ്ങനെ കൺട്രോൾ സ്പ്ലിറ്റ് ചെയ്ത് കളിച്ചിട്ട് എന്ത് ഇതാ ഞാൻ എങ്ങനെയാ ചെയ്തെന്ന് ഞാൻ വേണമെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ ഇടാം. ഓ ഞാൻ മറ്റേ പണി ചെയ്യാൻ നോക്കിയത്. അതെ ഞാൻ കളിച്ച് എനിക്കത് മറ്റേതുപോലെ ശീലമായി. ഞാൻ തടിയെ പിടിച്ചു മറ്റേ കഴ്സർ മറ്റേതേ പോയല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അവർക്ക് ബ്ലോക്ക് വെക്കാൻ ഇത്ര പാടാണെങ്കിൽ ഇങ്ങനെ ഇട്ട് ഞാൻ ഡ്രാഗണൊക്കെ കൊല്ലാൻ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഡ്രാഗണെന്നെ തൂക്കി അറിയും. ഇത് ഞാൻ എന്തൊക്കെ എടുത്ത് വെക്കണേ? ഓക്കെ എനിക്ക് എന്തെന്ന് അറിയത്തില്ല. ഈ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പം എനിക്ക് ചെവി അടിക്കും. ഫുഡും തീരും. അപ്പൊ റെഡി കറക്റ്റ്. തന്നെ ഒരു ചക്കം കൂടി ഞങ്ങൾ എടുത്ത് ചെവി ചൊറിഞ്ഞിട്ട് ഹെഡ്സെറ്റ് എടുത്ത് തല വെച്ച് അപ്പം എനിക്ക് ചെവി ചൊറിഞ്ഞു. കഴിവ് കണ്ടില്ലേ? എൻ്റെ ചാനലിൽ 50 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന സാധനം മേടിക്കും. മേടിക്കും. സത്യം. പിന്നെ നിങ്ങൾ കമന്റ്
ചെയ്യാൻ ഞാൻ ഏത് ഗെയിം കളിക്കണമെന്ന്. എന്നുവെച്ചാൽ മൈൻക്രാഫ്റ്റ് ഇടാതിരിക്കുന്നില്ല, മൈൻക്രാഫ്റ്റ് ഇടും. അതിൻ്റെ ഒപ്പം ഇത് വിടും, ആ ഗെയിം ഇടും. നിങ്ങൾ പറയുന്ന അത് നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് തന്നെ മതി. എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലീസ്. അത് ലൈക്ക് ചെയ്ത് തരുമോ? അത്രയുള്ള പ്രശ്നമില്ല. മൈൻക്രാഫ്റ്റ് നിങ്ങൾ പറയുന്ന ഗെയിം കളിക്കണമെങ്കിൽ എനിക്ക് ലൈക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ കളിക്കും. എന്നാലും പ്ലീസ്, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നല്ലേ. ഇത്രയും കഷ്ടപ്പെട്ട് എന്തായിരുന്നു ഞാൻ മറന്നു. അതിൻ്റെ ചെവി കടിച്ചിലും കൊണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന എനിക്ക് കിട്ടിയത് ഒരു എന്തായിരുന്നു മറന്നുപോയി. കഴിഞ്ഞ വീഡിയോക്ക് കിട്ടിയത് അത്ര 7 വ്യൂസ്. അങ്ങനെ ആയിക്കോട്ടെ. എനിക്കൊരു കുറച്ച് 50 ലൈക്ക് മതി, അത്ര കൂടുതലൊന്നും വേണ്ട. അതന്നെ മതി, അതന്നെ എനിക്ക് ധാരാളമാണ്. പക്ഷേ ഞാൻ എൻ്റെ ശ്രദ്ധ തെറ്റുന്ന ഞാൻ മൈൻക്രാഫ്റ്റ് ആണ് കളിക്കുന്നത്, അത്രയും മതി. അയ്യോ, ഇത്രയും മതി. നമുക്ക് ആ ഭാഗം ചെയ്യണ്ട. ഞാൻ ഇതുണ്ടോ എൻ്റെ ഇത് അതെന്താ എൻ്റെ കുന്തപ്രാണിയുടെ പേര് എന്താണ്? ഓ, മറന്നുപോയി. ബിഹൈവ്. ഇത് തന്നെയല്ലേ അത് ഞാൻ ഇടയിൽ വെച്ചത്? ബിഹൈവ് ഞാൻ ഇടയിൽ കൊണ്ട് കളഞ്ഞോ? കളഞ്ഞോ ഞാൻ? എന്റെ കൊറേ ബിഹൈവ് ഉണ്ടായിരുന്നു. നമുക്ക് ഉണ്ടാക്കാം. എത്ര ബിഹൈവ് ഉണ്ടാക്കാനുള്ളതുണ്ട്? അത് 20 എണ്ണം ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ 20 എണ്ണം ഉണ്ടാക്കി. ഞങ്ങൾക്ക് വീണ്ടും വീടിൻ്റെ മണ്ടയിലേക്ക് വേണം. ഈ കൊട്ടാരം പണിത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുള്ളി കൊട്ടാരത്തിലായിരിക്കും. അമ്മയ്ക്ക് വേണ്ടി ഞാൻ പൊളിച്ചടയും. എൻ്റെ ആദ്യത്തെ വീടത്, അതുകൊണ്ട് ഞാൻ അതിൻ്റെതായിട്ടുള്ള മര്യാദ ഞാൻ കാണിക്കും. നോക്കട്ടെ, വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, അയ്യോ, നമുക്ക് ഇങ്ങനെ വെച്ച് പോവാ. ഓക്കെ, ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. അയ്യോ, വൈകുന്നേരം മഴ കിടന്ന പണി. രാത്രി ഇടന്നൊരു പോവാ എന്നെ കൊണ്ടാവില്ല. എന്നാ നമുക്ക് ബെഡും പൊളിച്ചോണ്ട് വന്നാലും അങ്ങോട്ട്. ഞാൻ സ്ലിപ്പും കൂടി ചെയ്ത്. എൻ്റെ കാര്യമെന്ന് പറഞ്ഞ ഞാൻ എഴുതും.
എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളൊക്കെ ഞാൻ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങും. ഞാൻ എവിടെയാണ് സ്ട്രിപ്പ് ചെയ്ത് നശിപ്പിച്ച് വെച്ചത് അതവിടെ. അതും കഴിഞ്ഞോ? എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാരണം എൻ്റെ വീട്ടിൽ ആരോ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.